ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ പ്രത്യക്ഷപ്പെട്ട ഗൂഗിൾ ഡൂഡിലിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. ഇന്ത്യയിലുടനീളമുള്ള സമ്പന്നമായ സാംസ്കാരിക പാചക പാരമ്പര്യം ആഘോഷിക്കുന്നതിനായി ഒക്ടോബർ 11 ശനിയാഴ്ച ദക്ഷിണേന്ത്യൻ വിഭവമായ ഇഡലിക്കായി ഗൂഗിൾ ഒരു പ്രത്യേക ഡൂഡിൽ അവതരിപ്പിച്ചിരുന്നു. ഗൂഗിൾ ലോഗോയെ പരമ്പരാഗത വാഴയിലയിൽ ഇഡലികളായും ബാറ്റർ ബൗളുകളായും ചട്നികളായും ഡൂഡിൽ രൂപാന്തരപ്പെടുത്തി. ദശലക്ഷക്കണക്കിന് ആളുകൾ ആസ്വദിക്കുന്ന പ്രഭാത ഭക്ഷണത്തിലേക്ക് ഇത് ആഗോള ശ്രദ്ധ ആകർഷിച്ചു. ഇന്തോനേഷ്യയിലാണ് ഇഡലിയുടെ ഉത്ഭവമെന്നും കേർട്ട്ലി എന്ന ഭക്ഷണമാണ് രുചിയും രൂപവും മാറി ഇന്നത്തെ ഇഡലി ആയതെന്നും പ്രചാരമുണ്ട്. പൂ പോലുള്ള ഇഡ്ഡലി കാണാൻ മാത്രമല്ല ഭംഗി, ആരോഗ്യത്തിനും ഗുണകരമാണ്. സാധാരണ ഇഡലികളിൽ നിന്നും മാറി വ്യത്യസ്തമായ പലതരം ഇഡലികൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. റാഗി ഇഡലി പോഷക സമൃദ്ധമായ ഒരു ഇഡലിയാണിത്. കാൽഷ്യത്തിന്റെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ ഒന്നാണ് റാഗി. മികച്ച ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൊഴുപ്പ് കുറവും നാരുകൾ കൂടുതലുമുള്ള റാഗി നമ്മളെ കൂടുതൽ നേരം വയറു നിറഞ്ഞതായി നിലനിർത്തുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വിളർച്ചയെ ചെറുക്കാനും ഊർജ്ജനില വർദ്ധിപ്പിക്കാനും ഈ റാഗി നമ്മളെ സഹായിക്കുന്നു. ആരോഗ്യമുള്ള ചർമ്മത്തെയും മുടിയെയും പിന്തുണയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകളും അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നു ഈ റാഗിയിൽ. റാഗിയിലെ മഗ്നീഷ്യവും നാരുകളും ആരോഗ്യകരമായ കൊളസ്ട്രോൾ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. സിങ്ക്, വിറ്റാമിൻ ബി കോംപ്ലക്സ് തുടങ്ങിയ ആവശ്യ പോഷകങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് റാഗി. അടുത്തത് രാമശ്ശേരി ഇഡലി. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി ഗ്രാമത്തിൽ നിന്നും ഉത്ഭവിച്ച പരമ്പരാഗത ദക്ഷിണേന്ത്യൻ ഇഡലിയുടെ ഒരു വ്യത്യസ്തവും പ്രിയപ്പെട്ടതുമായ വകഭേദമാണ് രാമശ്ശേരി ഇഡലി. സാധാരണ ഇഡലിയുടെ ആകൃതിയിൽ നിന്നും വ്യത്യസ്തമായി രാമശ്ശേരി ഇഡലി പരന്നതും വൃത്താകൃതിയിലുള്ളതുമാണ്. ഒരു മിനി ദോശയോട് സാമ്യമുള്ളതാണിത്. തുണി കൊണ്ട് പൊതിഞ്ഞ കളിമൺ പാത്രങ്ങളിൽ ആവിയിൽ വേവിച്ച് ഉണ്ടാക്കിയ ഒരു മെഷ് പാറ്റേൺ ഇതിനുണ്ട്. ഇതൊരു സിഗ്നേച്ചർ ടെക്സ്ചർ നൽകുന്നു. ഈ രാമശ്ശേരി ഇഡലിയെ ഇഡലികളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാമശ്ശേരി ഇഡലിയുടെ പാചകക്കുറിപ്പ് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്, പ്രത്യേകിച്ച് രാമശ്ശേരിയിലെ മുതലിയാർ കുടുംബങ്ങൾക്കിടയിൽ. ഇപ്പോൾ ഇത് കേരളത്തിന്റെ ഒരു പാചക ഐക്കണാണ്. അടുത്തത് റവ ഇഡലി. ഊർജ ഉൽപാദനത്തെയും ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തെയും പിന്തുണയ്ക്കുന്ന ഇരുമ്പിന്റെയും ബി കോംപ്ലക്സ് വിറ്റാമിനുകളുടെയും നല്ല ഉറവിടമാണ് റവ. ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്ന ഭക്ഷണനാരുകൾ റവയിൽ അടങ്ങിയിട്ടുണ്ട്. റവയിലെ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ സുസ്ഥിരമായ ഊർജം നൽകുന്നു. ഇത് പ്രഭാത ഭക്ഷണത്തിന് അനുയോജ്യമാക്കുന്നു. ക്യാരറ്റ്, കടല, ബീൻസ് തുടങ്ങിയ പച്ചക്കറികൾ മാവിൽ ചേർത്തുകൊണ്ട് നമുക്ക് അതിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും. അടുത്തത് ഓട്സ് ഇഡലി. പരമ്പരാഗത ദക്ഷിണേന്ത്യൻ ഇഡലിയിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യകരവും ആധുനികവുമായ ഒരു മാറ്റമാണ് ഓട്സ് ഇഡലി. ഓട്സിന്റെ പോഷക ശക്തി കാരണം ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ദഹനത്തെ സഹായിക്കുകയും LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഓട്സ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ഓട്സ് ഇഡ്ഡലി നല്ലൊരു ഓപ്ഷനാണ്. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ അളവ് നമ്മളെ കൂടുതൽ നേരം വയറ് നിറയ്ക്കുകയും അനാവശ്യമായ ലഘുഭക്ഷണങ്ങൾ കുറയ്ക്കുകയും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ ആസ്വദിക്കപ്പെടുന്ന പോഷക സമൃദ്ധവും സസ്യാഹാരവും ഗ്ലൂട്ടൻ രഹിതവുമായ സൂപ്പർ ഫുഡ് എന്ന നില എടുത്തു കാണിച്ചുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ വിഭവമായ ഇഡലിയെ പ്രത്യേക ഡൂഡിൽ ഉപയോഗിച്ച് ഗൂഗിൾ ആദരിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.